ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 12-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ പൊതുവിലുള്ള പ്രമേയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മാനുഷരാശിയുടെ ഉൽപ്പത്തി, പാപത്തിന്റെ ആരംഭം, വീണ്ടെടുപ്പിനുള്ള ദൈവീക പദ്ധതി, പ്രളയം, വംശങ്ങളുടെ ആവിർഭാവം തുടങ്ങിയ കാര്യങ്ങൾ ഈ ആദ്യ അധ്യായങ്ങളിൽ കാണാം. എന്നാൽ പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാരിലേക്ക് പ്രമേയം കേന്ദ്രീകരിക്കപ്പെടുന്നു. അബ്രാം, സാറായി എന്നിവരെ വിളിച്ച് വേർതിരിച്ച് ലോകത്തിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ പൈതൃകം അവർക്ക് നൽകുന്നു. അബ്രാം എന്നതിന്റെ അർത്ഥം ഉന്നതനായ പിതാവ് എന്നാണ്. പിന്നീട് അനേകരുടെ പിതാവ് എന്നർത്ഥം വരുന്ന അബ്രഹാം എന്ന് ദൈവം അവന്റെ പേര് മാറ്റുന്നു. 1-ാം വാക്യത്തിൽ കാണുന്ന പുറപ്പെട്ടു പോക എന്ന ദൈവകൽപ്പന അബ്രാമിനെ പോലെ ഒരാൾക്ക് പാലിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സാധാരണഗതിയിൽ അബ്രാമിൻ്റേത് പോലെയുള്ള ഒരു സമൂഹത്തിൽ നിന്നും വീട് വിട്ടു പോകുന്നവൻ ഒന്നുകിൽ സാമ്പത്തികമില്ലാത്തവനോ അല്ലെങ്കിൽ അഭയാർത്ഥിയോ മാത്രമായിരിക്കും. തേരഹിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ പിതൃസ്ഥാനവും സമൂഹത്തിൽ ഉന്നത നിലയുമുള്ള അബ്രാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉപേക്ഷിച്ച് പോവുക എന്നത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല. എങ്കിലും അബ്രാം ദൈവത്തെ അനുസരിക്കുന്നു. 2-ഉം 3-ഉം വാക്യങ്ങളിൽ അബ്രാമിനോടുള്ള ദൈവീക വാഗ്ദത്തത്തിന്റെ 7 ഘടകങ്ങൾ കാണാൻ സാധിക്കും. 7 എന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. 1, വലിയതും ബലമുള്ളതുമായ ഒരു ജാതിയുടെ, അതായത് എബ്രായ ജാതിയുടെ തുടക്കം. 2, അബ്രാമിനെ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവ വാഗ്ദത്തം. 3, ജീവിതകാലത്തിന് ശേഷവും നിലനിൽക്കുന്നതും അനുസ്മരിക്കപ്പെടുന്നതുമായ ഒരു നാമം അബ്രാമിന് ലഭിക്കുമെന്നുള്ള വാഗ്ദാനം. 4, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന വാഗ്ദത്തം, മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരാനുള്ള പദവി. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന ദൈവിക വാഗ്ദത്തം. 6, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന വാഗ്ദത്തം. 7, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്തം. ഈ ഘടകങ്ങൾ തുടർന്നു വരുന്ന അബ്രഹാമിക ഉടമ്പടിയുടെ ആമുഖം കൂടിയാണ്. ഇവയിൽ 1-ഉം 7-ഉം ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. ദൈവത്തിന്റെ മഹനീയ വാഗ്ദാനം ഒന്നു മാത്രം അടിസ്ഥാനമാക്കി അബ്രാം ദൈവത്തെ അനുസരിക്കുന്നത് ഉൽപ്പത്തി 17-ന്റെ 23-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ലോത്തിനെ കൂടെ കൂട്ടിയത് അനുസരണക്കേടായി ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനെ ഉപോത്ബലകമായ തെളിവ് വിശുദ്ധ വേദ പുസ്തകത്തിൽ കാണുന്നില്ല. ഉൽപ്പത്തി 12-ന്റെ 5-ാം വാക്യത്തിലാണ് ആദ്യമായി ദൈവീക രക്ഷയുടെ രംഗവേദിയായ കനാൻ എന്ന ഭൂപ്രദേശം ബൈബിളിൽ ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. വിഗ്രഹാരാധനക്കാർ വസിച്ചിരുന്ന ആ നാട് അബ്രാമിനും സാറായിക്കും ദൈവം വാഗ്ദാനമായി കൊടുക്കുന്നു. കനാനിൽ ശേഖേം വരെയും ഏലോൻ മോരെ വരെയും സഞ്ചരിച്ച അബ്രഹാമിന് യഹോവ പ്രത്യക്ഷനായി തന്റെ വാഗ്ദത്തം സ്ഥിരീകരിക്കുന്നു. അവിടെ യാഗപീഠം പണിതതിനു ശേഷം ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ട് ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ച് അവിടെയും യാഗപീഠം പണിയും. സ്വന്തം ആട്ടിൻകൂട്ടത്തിന് മേച്ച് സ്ഥലം തേടി വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്ത അബ്രാം കനാന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നെഗവിൽ സ്ഥലം കണ്ടെത്തും. അധികം താമസിയാതെ ആ പ്രദേശങ്ങളിൽ ഒരു ക്ഷാമം പൊട്ടിപ്പുറപ്പെടുന്നു. അതിന്റെ ഫലമായി അബ്രാം ഈജിപ്തിലേക്ക് പോകുവാൻ നിർബന്ധിതനായി. അബ്രാമിനേക്കാൾ 10 വയസ്സിന് എളുപ്പമായിരുന്ന സാറായി തന്റെ 65-ാം വയസ്സിലും അതിസുന്ദരി ആയിരുന്നു. ആട്ടിൻകൂട്ടവും ജോലിക്കാരും എല്ലാം ചേർന്ന് വലിയ ഒരു സംഘമായിരുന്നതിനാൽ അവർക്ക് രഹസ്യമായി ഈജിപ്തിലേക്ക് പ്രവേശിക്കുക അസാധ്യമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈജിപ്തുകാർ സാറായിയുടെ സൗന്ദര്യം ദർശിക്കുവാൻ ഇടയാകും. സാറായിക്ക് വേണ്ടി അവർ തന്നെ കൊല്ലുമെന്ന് അബ്രഹാം ഭയപ്പെട്ടു. അത് ഒഴിവാക്കാനായി അവൾ തന്റെ സഹോദരി ആണെന്ന് പറയണമെന്ന് ആവശ്യപ്പെടും. ശരിക്കും സാറായി അബ്രാമിന്റെ അർത്ഥ സഹോദരി ആയിരുന്നു.
ഉൽപ്പത്തി 20:12 നോക്കുക. പ്രഭുക്കന്മാരുടെ പ്രശംസ പരിഗണിച്ച് ഫറവോൻ സാറായിയെ ഭാര്യയാക്കാനായി അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവൾ നിമിത്തം ഫറവോൻ അബ്രാമിന് നന്മ ചെയ്തു. അബ്രാമിന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ലഭിച്ചതിന്റെ ഫലമായി അവൻ അധികം ധനവാനായി തീരുന്നു. എന്നാൽ അബ്രാമിന്റെ ഭാര്യ സാറായി നിമിത്തം ദൈവം ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു എന്ന് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഫറവോൻ അബ്രാമിനെ വിളിച്ച് സാറായി ഭാര്യയായിരിക്കെ സഹോദരി എന്ന് കള്ളം പറഞ്ഞതിന് അവനെ കുറ്റപ്പെടുത്തി. ഫറവോൻ സാറായിയെ അബ്രാമിനെ തിരികെ നൽകിയിട്ട് അവിടം വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു. ഫറവോന്റെ കൽപ്പന പ്രകാരം അവന്റെ ആളുകൾ അബ്രാമിനെ സാറായിയോടും അവനുള്ള സകലത്തോടും കൂടെ പറഞ്ഞയച്ചു. ഉൽപ്പത്തി 12 അബ്രഹാമിന്റെ ജീവിത മാതൃകയിലൂടെ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ വിളി കേൾക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യണം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2, ദൈവനാമത്തെ ബഹുമാനിച്ച് സത്യസന്ധനായിരിക്കാം. അബ്രഹാമിന്റെ തെറ്റുകൾ നാം ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 3, ദൈവത്തിന്റെ വിളി അനുസരിച്ച് സമ്പൂർണ്ണ വിശ്വാസത്തോട് അബ്രഹാമിനെ പോലെ അവ്യക്തമായ ഭാവി മാത്രം മുന്നിലുള്ളപ്പോൾ പോലും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കർത്താവ് തന്റെ വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ അത്ഭുതകരമായി വഴി നടത്തും. ഉൽപ്പത്തി 12 അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളിലൂടെ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദത്തം അബ്രഹാമിന്റെ സന്തതിയായ യേശുവിന്റെ ക്രൂശ് കൂടിയാണ് നിറവേറ്റപ്പെടുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.